മന്ത്രി MP രാജേഷ് മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയ സംരക്ഷണത്തിലിരിക്കുന്നത്. ലൈഫ് സ്തംഭിപ്പിക്കാൻ വേണ്ടി നിരന്തരം ശ്രമിച്ചവരാണല്ലോ. ലൈഫ് നിർത്തലാക്കുമെന്ന് പറഞ്ഞവരുമാണ്. എല്ലാവർക്കും അറിയാം ആരാണ് ലൈഫ് പദ്ധതി അധികാരത്തിലെത്തിയാൽ നിർത്തലാക്കുമെന്ന് പറഞ്ഞിട്ടുള്ളത് എന്നത്. അത് നിർത്തലാക്കാൻ കഴിയാത്തതിന്റെ നിരാശ അവരെ സംബന്ധിച്ചുണ്ടാവും. രാഷ്ട്രീയമായിട്ടുള്ള ആരോപണങ്ങളാണ്. അത് അതിന്റെ വഴിക്ക് പോട്ടെ. സർക്കാരിന്റെ ലക്ഷ്യം എല്ലാവർക്കും അടച്ചുറപ്പുള്ള സുരക്ഷിതമായിട്ടുള്ള വീട് ലഭ്യമാക്കുക എന്നുള്ളതാണ്. ആ ലക്ഷ്യവുമായിട്ട് മുന്നോട്ട് പോകും. ഞാൻ നിയമസഭയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, 3,23,824 ഓർമ്മയിൽ നിന്ന് പറയുന്നതാണ്. അത്രയും വീട് പൂർത്തിയാക്കി കഴിഞ്ഞു. ഇനി ഇപ്പോൾ ഓൺഗോയിങ് വർക്കും അതുപോലെ 23-24 വർഷത്തെ ബജറ്റിലെ വിഹിതവും കൂടി ചേർത്താൽ ഏറെക്കുറെ 5 ലക്ഷം പേർക്ക് വീടിനുള്ള തുക ചെലവഴിക്കുകയാണ്. ഇന്ത്യയിൽ വേറെ ഏത് സംസ്ഥാനത്താണ് ഇത് കഴിഞ്ഞിട്ടുള്ളത് എന്ന് നിയമസഭയിൽ ചോദിച്ചു. ആരും മറുപടി പറഞ്ഞിട്ടില്ല. വേറെ ഏത് സംസ്ഥാനത്താണ് ഇത്രയും ലക്ഷം വീടുകൾ നിർമ്മിച്ചിട്ടുള്ളത്? 4 ലക്ഷം രൂപ ഒരു വീട് നിർമ്മാണത്തിന് കൊടുക്കുകയാണ്. പട്ടികവർഗ മേഖലകളിലാണെങ്കിൽ 6 ലക്ഷം രൂപ കൊടുക്കുകയാണ്. ഇന്ത്യയിൽ എവിടെ കൊടുക്കുന്നത്? വേറെ ഏതെങ്കിലും സംസ്ഥാനത്ത് കൊടുക്കുന്നുണ്ടോ? എന്താണ് കേന്ദ്ര സർക്കാരിന്റെ വിഹിതം? 72,000 രൂപയാണല്ലോ കേന്ദ്ര സർക്കാർ നൽകുന്നത്. നഗരങ്ങളിൽ 1.5 ലക്ഷം രൂപയും. 72,000 രൂപ കൊണ്ട് ആർക്കെങ്കിലും വീടുണ്ടാക്കാൻ കഴിയും? അപ്പോൾ കേരളത്തിൽ 4 ലക്ഷം മുതൽ 6 ലക്ഷം വരെ കൊടുക്കുന്നു. ഞാൻ നോക്കിയപ്പോൾ കണ്ടത് പിന്നെ ഏറ്റവും ഉയർന്ന തുക കൊടുക്കുന്നത് ആന്ധ്രയിലാണ്. അത് 1,80,000 എന്ന് പറഞ്ഞാൽ കേരളത്തിൽ കൊടുക്കുന്നതിന്റെ പകുതിയിൽ താഴെയാണ്. ഇതാണ് വസ്തുതകൾ. യഥാർത്ഥത്തിൽ കടുത്ത സാമ്പത്തികമായിട്ടുള്ള ഞെരുക്കം കേന്ദ്ര സർക്കാർ അടിച്ചേൽപ്പിച്ചതില്ലായിരുന്നുവെങ്കിൽ ഇത്തവണത്തെ ബജറ്റിൽ നീക്കിവെച്ചതിന്റെ ഒരു 3 ഇരട്ടി തുകയെങ്കിലും നീക്കിവെക്കാൻ കഴിയുമായിരുന്നു. കേന്ദ്ര സർക്കാർ സെൻട്രൽ ട്രാൻസ്ഫേഴ്സ് ഗണ്യമായിട്ട് വെട്ടിക്കുറച്ചില്ലായിരുന്നുവെങ്കിൽ. കാരണം കേരളത്തിലുണ്ടായ നഷ്ടം ബോറോയിങ് ലിമിറ്റ് കൂടി ചുരുക്കിയത് കണക്കാക്കിയാൽ ഏതാണ്ട് 40,000 കോടി രൂപയ്ക്ക് അടുത്താണ്. ഇത്രയും ഭീമമായിട്ടുള്ള നഷ്ടം വന്നിരുന്നില്ലെങ്കിൽ ലൈഫ് പദ്ധതിക്ക് ഇത്തവണ അനുവദിച്ചതിന്റെ 3 ഇരട്ടിയെങ്കിലും അനുവദിക്കാൻ മിനിമം കഴിയുമായിരുന്നു. അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എത്രയോ തവണ വിശദീകരിച്ച കാര്യമാണ്. എന്തെങ്കിലും ബന്ധം ഇതുവരെ ആർക്കും സ്ഥാപിക്കാനും കഴിഞ്ഞിട്ടില്ലല്ലോ. ഇതിപ്പോ പെട്ടെന്നുണ്ടായൊരു കാര്യമല്ലല്ലോ. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഒരു വർഷം എന്തെല്ലാം ശ്രമം നടത്തി, എന്തെല്ലാം ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കാൻ. എന്നിട്ട് എന്താണ് സംഭവിച്ചത്? നിങ്ങൾ ഏറ്റവും കൂടുതൽ അധ്വാനിച്ചവരായിരുന്നല്ലോ അന്ന് ഇതൊക്കെ റിപ്പോർട്ട് ചെയ്യാൻ. വേറെ ഒന്നിനും വേണ്ടിയല്ല, ഇതൊക്കെ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് അധ്വാനിച്ചതാണല്ലേ. നിങ്ങൾക്ക് തന്നെ എന്തുമാത്രം ജോലിഭാരം ഉണ്ടായി അതിനെയൊക്കെ തുടർന്ന്. എന്നിട്ട് എന്തെങ്കിലും സംഭവിച്ചോ? സർക്കാരിന്റെ മുമ്പിൽ അങ്ങനെ ഒരു പരാതിയും വന്നിട്ടില്ല. അല്ല, ഇതില് പരാതി ഉണ്ടെങ്കിൽ അന്വേഷണം അതിന്റെ വഴിക്ക് നടക്കട്ടെ. അത് നടന്ന് അതിപ്പോ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ എത്ര വർഷമായി? 3 വർഷമായില്ലേ? 3 വർഷമായില്ലേ തുടങ്ങിയിട്ട്? അതൊന്നും സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ ബാധിക്കുകയില്ല എന്ന് മാത്രമല്ല, സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്ക് മേൽ കരിനിഴൽ വീഴ്ത്താനും കഴിയില്ല. ആ ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പ്രചരണമൊക്കെ നടത്തുന്നത് എങ്കിൽ അതൊന്നും കഴിയില്ല. സർക്കാരിന്റെ മുമ്പിൽ എന്തെങ്കിലും പ്രശ്നം വന്നാൽ പരിശോധിക്കും. അല്ല, ഞാൻ ഒരു പത്രവാർത്ത കണ്ടത് മാത്രമേ എനിക്കറിയൂ. അങ്ങനെ ഒരു വാർത്ത കണ്ടു എന്നല്ലാതെ അത് സംബന്ധിച്ച് നമ്മുടെ മുമ്പിൽ ഒരു കാര്യവും വന്നിട്ടില്ല. പക്ഷേ തദ്ദേശ വകുപ്പിന്റെ പ്രവർത്തനം കൂടുതൽ മെച്ചപ്പെടുത്തേണ്ടതുണ്ടെന്ന് ഞങ്ങൾ തന്നെ കാണുന്നുണ്ട്. ഇതിനെപ്പറ്റിയിട്ട് എനിക്കറിയില്ല. മനോരമയിലാണെന്ന് തോന്നുന്നു ഇന്നൊരു വാർത്ത വന്നത്. ആ വാർത്ത അവിടെ നിൽക്കട്ടെ. ഞാൻ നേരത്തെ ആമുഖമായി തന്നെ പറഞ്ഞ കാര്യം, തദ്ദേശ വകുപ്പിന്റെ പ്രവർത്തനം വലിയ തോതിൽ മെച്ചപ്പെട്ടിട്ടുണ്ട്. എങ്കിലും ഇനിയും വലിയ മാറ്റങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട്. മാറ്റങ്ങൾ ഇങ്ങനെ
വളരെ സാവധാനത്തിൽ കുറേ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഗവൺമെന്റ് ആഗ്രഹിക്കുന്നത് വേഗത്തിൽ ഒരു വലിയ മാറ്റം ഉണ്ടാവണം എന്നതാണ്. അത് സേവനങ്ങൾ നൽകുന്നതിലെ കാര്യക്ഷമത വർദ്ധിക്കണം, സേവനങ്ങളുടെ ഗുണമേന്മ വർദ്ധിക്കണം, അതുപോലെ അഴിമതി ലൈഫ് മിഷൻ സംബന്ധിച്ച് പ്രതിപക്ഷം ഉയർത്തിയ ആരോപണങ്ങൾ കൂടി മറുപടി പറയുകയായിരുന്നു മന്ത്രി എം പി രാജേഷ്. ലൈഫ് മിഷൻ പദ്ധതി അനുസരിച്ച് കേന്ദ്രം തരുന്നത് ചെറിയ തുക മാത്രമാണ്. ആ തുകയ്ക്ക് അപ്പുറമുള്ള തുക നൽകിയാണ് 5 ലക്ഷവും 6 ലക്ഷവും ഒക്കെ കൊടുത്താണ് കേരളത്തിൽ പദ്ധതി നടപ്പാക്കുന്നത്. പദ്ധതിക്ക് ഏതെങ്കിലും തരത്തിൽ കുഴപ്പങ്ങളില്ല. ഇപ്പോൾ ആരോപണം ഉന്നയിക്കുന്നത് ഈ പദ്ധതി തന്നെ ഇല്ലാതാക്കാൻ വേണ്ടി പരിശ്രമിച്ച ചിലരാണ് എന്നതുകൂടി UDF-നെ കുത്തിക്കൊണ്ട് എം പി രാജേഷ് പറയുന്നുണ്ട്. എന്തായാലും എം പി രാജേഷിന്റെ വാർത്താ സമ്മേളനമാണ് കണ്ടത്. മറ്റ് ചില പ്രധാനപ്പെട്ട വാർത്തകൾ കൂടി വരാനുണ്ട്. അതിനു മുമ്പ് ഒരു ചെറിയ ഇടവേളയിലേക്ക്.